നമുക്ക് ഇന്ന് ഇപ്പൊ മാത്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ടോപ്പിക് ആണ് സ്റ്റാർട്ട് ചെയ്തത്? സിമ്പിൾ ഇക്വേഷൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പൊ സിമ്പിൾ ഇക്വേഷൻസ് എന്താന്ന് പറഞ്ഞു, എവിടെയൊക്കെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് സിമ്പിൾ ഇക്വേഷൻസിൽ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ലീനിയർ ഇക്വേഷൻ ആരാ പറഞ്ഞത്? സ്മൃതിയാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? വേരിയബിൾ. നവനിത കറക്റ്റ്. എന്താണ് സിമ്പിൾ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞാല്? സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയതായിട്ട് വന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് അപ്പൊ ഇതൊരു സ്റ്റാർട്ടിങ്ങിന്റെ ഒരു പ്രോബ്ലം വരും. കാരണം നിങ്ങൾക്ക് ഇതുവരെ കേൾക്കാത്ത ഒരു സാധനല്ലേ. ഉണ്ടാവാതിരുന്നവരൊക്കെ നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും സംശയം തോന്നുകയാണ്, പറയണത് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ പഴയ വീഡിയോ ഒന്നും കൂടി പോയിരുന്നത് കാണുക. അപ്പൊ ചിലപ്പോ ഒരു ഐഡിയ, ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ. വേരിയബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പേരും കൂടി പറയണേ എല്ലാവരും. ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അടുത്ത ടോപ്പിക് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ബട്ട് കുഴപ്പമില്ല, വീഡിയോ കിടക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, പോയിട്ട് കാണുക. അപ്പൊ നമ്മള് കുറെ പേര് ഇവിടെ പറഞ്ഞു ലീനിയർ ഇക്വേഷൻസിനെ പറ്റിയും വേരിയബിൾസിനെ പറ്റിയും ഒക്കെയാണ് ഇവിടെ പഠിച്ചത് അല്ലേ? മലയാളം ഞാൻ പറയാലോ, മലയാളമൊക്കെ പറയാട്ടോ. ഇതിപ്പോ നമ്മൾ ഇന്നേ കൂടുതൽ പ്രോബ്ലം ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് മലയാളം കുഴപ്പമില്ലല്ലോ, ചെയ്യാനല്ലേ പോകുന്നേ. ഞാൻ ഇത് നോട്ട്സ് ഇടുമ്പോ മലയാളത്തിലും കൂടി ആഡ് ചെയ്തിട്ട് ഇടാം. ഓക്കെ. സിയ. ഓക്കെ, സിയ. എല്ലാവരുടെ പേരും ഇപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്. അപ്പൊ നമ്മള് സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഈ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിലും എന്തെങ്കിലും എക്സ്പ്രഷൻസ്, അതായത് ഒരു ഇക്വേഷൻ ഈക്വാലിറ്റി സൈൻ, ഒരു ഈക്വൽ ടു സൈനിന്റെ രണ്ട് ഭാഗത്തും ഇടത് ഭാഗത്ത് കിടക്കുന്നതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ ഇടത് ഭാഗം എന്ന് പറയുന്നു. വലത് ഭാഗത്തിനെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ വലത് ഭാഗത്ത് കിടക്കുന്നതിന് പറയുന്നത്. എന്തിന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും പറയണേ? നമ്മുടെ ഇക്വാലിറ്റി സൈനിന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. LHS ആൻഡ് RHS എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ അത് എന്തായിരിക്കും എന്ന് പറഞ്ഞു? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇടത് ഭാഗത്ത് കിടക്കുന്നത് എന്താണോ അതും വലതു ഭാഗത്ത് കിടക്കുന്നതുമായിട്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാരണം അതാണ് ഈ ഇക്വാലിറ്റി സിമ്പൽ. എന്താ പറയാ? ഇക്വാലിറ്റി, തുല്യത. തുല്യതാ ചിഹ്നമല്ലത്, തുല്യത. തുല്യത കാണിക്കുന്നത് എന്താണ്? രണ്ട് ഭാഗത്ത് കിടക്കുന്നതും ഈക്വൽ ആണ് എന്നാണ് കാണിക്കുന്നത്. നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നതായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ പുതിയതായി ചേർന്നിട്ടുള്ള ആൾക്കാർക്ക് നോട്ട്സ് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ കിട്ടാനായിട്ട് വഴിയില്ല. കാരണം അത് ഓൾറെഡി നിങ്ങൾ എന്താണ് ജോയിൻ ചെയ്യുന്നതിനൊക്കെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടാവും. കോൾഡ് മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്കിത്. ഞാൻ മാറിട്ടോ, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോ ജനറൽ ഫോം ഒക്കെ സ്മൃതി ഒക്കെ ഇട്ടിട്ടുണ്ട്, കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ വേരിയബിൾ എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പഠിച്ചു. വേരിയബിൾ എന്താന്ന് നമ്മൾ പഠിച്ചത്? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ വാല്യൂ അറിയില്ലെങ്കിൽ അതിനെ നമ്മൾ എക്സ്, അറിയാത്തതല്ലേ നമ്മൾ എപ്പോഴും എക്സ് ആക്കി എടുക്കുക. എക്സ് ആണല്ലോ ഏറ്റവും പ്രശ്നക്കാരൻ. എക്സും വൈയും വരുന്ന ആൽഫബറ്റ്സ് വരുന്ന മാത്സ് വന്നോ അപ്പോഴേക്കും നമുക്ക് ആകെപ്പാട് ടെൻഷൻ. അയ്യോ എക്സ് വയ്യ എനിക്ക് എന്നുള്ളൊരു രീതിയിലേക്കാവും. നമുക്ക് ആൽഫബറ്റ്സിനെ കണ്ടാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് പിന്നെ നമ്മൾ ഇതും കൂടെ പറഞ്ഞു അല്ലെ, പ്രോപ്പർട്ടീസ്, ജനറൽ ഫോം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടീസ് എന്താണ്, അതായത് ജനറൽ ഫോം എന്താണ്, ഡിഗ്രി ഓഫ് ദി ഇക്വേഷൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഗ്രാഫ് എങ്ങനെയായിരിക്കും, നമ്മൾ ഈ ഒരു ജനറൽ ഫോം ഉപയോഗിച്ചിട്ട് ഏത് തരത്തിലുള്ള ഗ്രാഫ് വരച്ചാലും നമുക്കിത് സ്ട്രെയിറ്റ് ലൈനാ കിട്ടുള്ളൂ. 2x + 3 = 9 ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് ax + b = c. അപ്പൊ നമ്മൾ നോക്കി അവിടെ x എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. എക്സിന്റെ കൂടെ
പവർ എത്രയാ 1 ആ വന്നേക്കുന്നത്. എക്സ് എന്ന് പറയുന്നതിന് 1 ആണ് അവിടെ പവർ വന്നിരിക്കുന്നത്, അല്ലാതെ വേറെ 2ഓ 3ഓ ഒന്നും വന്നിട്ടില്ല. അതായത് എക്സ് എന്ന് പറയുന്ന സാധനത്തിന് ax പ്ലസ് ബി എന്ന് പറയുന്ന ജനറൽ ഫോമില് ഇതിന്റെ പവർ ഇവിടെ എത്രയാ വരുന്നത്? 1 ആണ് അല്ലെ. അതായത് എക്സിന്റെ പവർ 1, എക്സ്പോണന്റ് എന്ന് പറയുന്നത് 1 ആണ്. എക്സിനെ ഇങ്ങനെ നമ്മള് പവർ എന്ന് പറഞ്ഞിട്ട് എഴുതില്ലേ? എക്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് ഇൻറ്റു എക്സ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലോ അതിന്റെ അർത്ഥം എന്താ? എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് അല്ലേ? അപ്പൊ നമ്മൾ 2 റൈസ്ഡ് ടു ദ പവർ 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ എഴുതുക. എത്ര തവണ അതിനുമായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ആണെങ്കിൽ 2നെ 2 തവണ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 4 റൈസ് ടു 3 ആണെങ്കിലോ 4 ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പൊ ആ മുകളിലുള്ള നമ്പർ എന്ന് പറയുന്നത് എന്താ സൂചിപ്പിക്കുന്നത്? ഒരു നമ്പറിനെ അതിനോട് കൂടി തന്നെ എത്ര തവണ ഗുണിക്കണം എന്നുള്ളതാണ് ആ പവർ അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പോണന്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉദ്ദേശിക്കുന്നത്. നോട്ട് നമുക്ക് വീഡിയോ 2 ദിവസം കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുള്ളൂ യൂട്യൂബിൽ. വീഡിയോ അപ്ലോഡിന് കൂടെ വീഡിയോയുടെ ലിങ്കും നോട്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ ഇടുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതിനെ ഒരു ഗ്രാഫ് ആക്കി വരയ്ക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ ഇങ്ങനെ നേരെ ഒരു വര ഒന്നാവണ്ട. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താവാം? ഇങ്ങനെ ഒരു ഗ്രാഫിൽ നമ്മളിതൊരു ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ വേണമെങ്കിലും കിട്ടാം. പക്ഷെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, വളവും തിരിവൊന്നും ഇല്ലാത്തൊരു ലൈൻ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇത് നമ്മൾ ഗ്രാഫ് ചെയ്താൽ സംഭവിക്കുന്ന കാര്യം. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? ഡിഗ്രി. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഇവിടെ പറഞ്ഞൂലെ എക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ പവർ 1 ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിഗ്രി 1 എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു ഡിഗ്രി എന്ന് പറയുന്ന വാക്ക്? ശ്രദ്ധിച്ച് കേൾക്കുക. ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഇക്വേഷനില് ഈ എക്സ് അല്ലെങ്കിൽ വേരിയബിൾ നമുക്ക് അറിയാത്ത വാല്യൂ, എക്സിന്റെ വാല്യൂ ആണല്ലോ നമുക്ക് അറിയാത്തത് ഇവിടെ, അതിന്റെ പവർ എത്രയാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഇക്വേഷന്റെ ഡിഗ്രീനെ നിർണയിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നോക്കി, ഇവിടെ 1 ആണ്. അപ്പൊ അതായത് ഡിഗ്രി എന്ന് പറയുന്ന സാധനം 1 ആണ്. ഡിഗ്രി 1 ആയാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, ഒരു ലീനിയർ ഇക്വേഷന്റെ ഡിഗ്രി എത്രയാണ് എന്ന് ചോദിച്ചിട്ട്. ഡിഗ്രി എത്രയാണ്? ലീനിയർ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മളപ്പോ ഡിഗ്രി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയൊക്കെ വന്നോ? മലയാളം ചോദിക്കുന്നവരുടെ മലയാളം ഞാൻ നോട്ട്സും കൂടി ഇടുമ്പോഴാണ് കേട്ടോ ആഡ് ചെയ്തിട്ട് ഇടുന്നത്. മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ? പവർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ എഴുതുന്നതിന് എന്താ പറയാ മലയാളത്തില്? നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞോളൂ. ഡിഗ്രി എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ വാക്കിന്റെ മലയാളം ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒന്നും കുറച്ചും കൂടി നോക്കി നോക്കട്ടെ ട്ടോ. മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? നമ്മൾ ഒരു മണിക്കൂർ മുഴുവൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഞാൻ ദാ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ ഒരു മണിക്കൂർ നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തത് എന്താണ് ഇക്വേഷൻ, എന്താണ് വേരിയബിൾ, എന്താണ് ജനറൽ ഫോം, എന്താണ് അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്, എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് കഴിഞ്ഞ ഒരു മണിക്കൂർ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം. അത് ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവില്ല. കാരണം ഒന്നാമത് നിങ്ങളിപ്പോ 2ാമത്തെ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടച്ച് വിട്ട് പോയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മുമ്പത്തെ വീഡിയോ കാണണം. അപ്പൊ മനസ്സിലാവും ട്ടോ. മറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. വെരി ഗുഡ്. മറക്കാണ്ട് ഓർത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത നമ്മുടെ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതിലേക്ക് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എല്ലാവരോടും ഒന്ന് ഓർത്ത് നോക്കി എല്ലാവരും. ഈ ഒരു ടോപ്പിക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വാലിറ്റി. ഇതിലേക്ക് നമ്മൾ കടന്നിരുന്നോ? എന്താ തോന്നണം നിങ്ങൾക്ക്? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പറഞ്ഞിട്ടില്ല അല്ലെ? ഇല്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഞാന് അവിടം വരെ വെച്ച് നിർത്തിയതാണെന്നാണ്. ഇല്ല, ഇത് ഇവിടേക്ക് പറഞ്ഞിട്ടില്ല. നമുക്കപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി, ഇക്വാലിറ്റിയുടെ പ്രോപ്പർട്ടി, അതായത് ഈക്വൽ ടു സൈൻ വരുന്നതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സാധനത്തില് ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ
ആ ഇക്വേഷന് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇത് ഈ സിമ്പിൾ ഇക്വേഷൻസിൽ വളരെ 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 ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് ഡിഗ്രി വരെയാണ് എടുത്തത്. അപ്പൊ ഈ ഡിഗ്രിയുടെ മലയാളം ഞാൻ അതിൽ ആഡ് ചെയ്യാൻ നോക്കാം. പക്ഷെ ഞാൻ ഡിഗ്രിയുടെ മലയാളം നോക്കുമ്പോൾ ഈ ബിരുദം എന്ന് പറയുന്ന ഒരു വേർഡ് ആണ് വരുന്നുള്ളൂ. എനിക്ക് കറക്റ്റ് അപ്പൊ ഞാൻ മലയാളം മീഡിയം ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായിരുന്നു പ്രോപ്പർട്ടീസ് ഇതും മലയാളത്തിൽ ഇടാം, ആരും പേടിക്കേണ്ട, ഇതും മലയാളത്തിൽ ഇടാം. ഞാൻ ക്ലാസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തപ്പോ എനിക്ക് മലയാളത്തിലേക്ക് നിങ്ങളത് ആക്കാനായിട്ടുള്ളത് പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വാലിറ്റി എന്ന് പറയുന്നതിൽ എത്ര പ്രോപ്പർട്ടീസ് അവിടെ കാണുന്നത്? അയ്യോ എന്തോരം പ്രോപ്പർട്ടീസ്! 5 എണ്ണം ഉണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ വന്ന് ഇരിക്കുന്നോണ്ട് കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റാണ്ടും ഇരിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആയിക്കോളൂ കേട്ടോ. എന്താണ് നമ്മുടെ പ്രോപ്പർട്ടീസ്? ആദ്യത്തെ നോക്കിയേ, അഡീഷൻ. മലയാളം ചോദിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മാക്സിമം മലയാളത്തിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് മലയാളം കൂടി തരാം. ഇപ്പൊ മലയാളത്തിൽ ഞാൻ പറയുന്നില്ലേ, കൂടെ ഞാൻ പറയുന്നില്ലേ, അപ്പൊ മലയാളം കൂടെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുമ്പോ ഒരു നമ്മുടെ ഇക്വാലിറ്റി സൈൻ, അതായത് ഈക്വൽ ടു തുല്യതാ ചിഹ്നമുള്ള ഒരു സമവാക്യം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സമവാക്യം. ഒരു സമവാക്യത്തില് ഫസ്റ്റത്ത് വരുന്ന അതിന്റെ ഒരു ഫീച്ചർ ആണ്, അതിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് അഡീഷൻ പ്രോപ്പർട്ടി. എന്താണ് അഡീഷൻ പ്രോപ്പർട്ടി? ഒന്നുമില്ല, ഒരു ഇക്വേഷനിൽ ഒരു തുല്യതാ ചിഹ്നമുള്ള ഒരു ഇക്വാലിറ്റി സൈൻ ഉള്ള ഒരു ഇക്വേഷനില് നമ്മള് ഇടത് ഭാഗത്തിന്റെ കൂടെ, ഇടത് കിടക്കുന്ന എന്തൊക്കെയാണോ അവിടെ കിടക്കുന്നത് അതിന്റെ കൂടെ ഒരു എ എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സി എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. വലതു ഭാഗത്തും നമ്മൾ ആ സെയിം നമ്പർ തന്നെയാണ് ആഡ് ചെയ്യുന്നത്, കൂട്ടുന്നതെങ്കിൽ ആ തുല്യതാ ചിഹ്നത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കില്ല. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം പറയുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? നമ്മള് ഒരു ഇക്വേഷൻ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചത്, നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചാലാണ് കുറച്ചും കൂടി ക്ലിയർ ആവുള്ളൂ. അപ്പൊ നമുക്കിത് ഒരു ഇക്വേഷൻ, എന്തെങ്കിലും ഒരു ഇക്വേഷൻ ആയിക്കോട്ടെ. ഇപ്പൊ ഞാനിവിടെ നോക്കിയേ, 2 ഈക്വൽസ് ടു 2. ഓക്കെ, 2 ഈക്വൽസ് ടു 2 നമുക്ക് അറിയണ കാര്യല്ലേ? 2 എന്ന് പറയുന്നത് 2 തന്നെയല്ലേ? അപ്പൊ ഇടത് ഭാഗത്ത് കിടക്കുന്ന സാധനം 2 ആണ്. വലത് ഭാഗത്തും കിടക്കുന്നതും 2 ആണ്. ഇനി ഇടത് ഭാഗത്ത് കിടക്കുന്ന ഈ നമ്പറിന്റെ കൂടെയും വലത് ഭാഗത്ത് കിടക്കുന്ന ഈ നമ്പറിന്റെ കൂടെയും ഞാൻ വേറൊരു നമ്പർ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന നമ്പർ ആണ് 3. ഓക്കെ, അപ്പൊ നോക്കിയേ, 2 പ്ലസ് 3 ഈക്വൽസ് ടു 2 പ്ലസ് 3. അപ്പൊ എന്താ നമുക്ക് കിട്ടിയ? 5 ഈക്വൽസ് ടു 5 എന്ന് കിട്ടിയില്ലേ? വീണ്ടും 2 ഭാഗവും തുല്യമായില്ലേ? ആയില്ലേ? അപ്പൊ നമ്മള് ഒരു ഇക്വേഷനിൽ, ഒരു സമവാക്യത്തില്, ലേറ്റ് ആയിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കോ, ഒരു സമവാക്യത്തില് 2 ഭാഗത്ത് കിടക്കുന്ന എക്സ്പ്രഷനും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തുല്യമാണെങ്കിൽ, ഒരു സമവാക്യത്തില് തുല്യമാണ് എങ്കിൽ എന്താ നമ്മളിപ്പോ പറഞ്ഞത്? ആ എക്സ്പ്രഷനില് നമ്മൾ ഒരു പുതിയൊരു നമ്പറിനെ കൊണ്ടുവന്നിട്ട് 2 ഭാഗത്തും ആഡ് ചെയ്താലും കിട്ടുന്ന ഉത്തരവും തുല്യമായിരിക്കും. എന്തായിരുന്നു? ഇപ്പൊ 2 ഭാഗവും തുല്യമാണ്. എയും ബിയും എന്ന് പറയുന്ന, എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന 2 നമ്പറുകൾ തുല്യമാണെങ്കിൽ ഈ 2 നമ്പറിന്റെ കൂടെ ഞാൻ വേറൊരു പുതിയ നമ്പർ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്താൽ, അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ നമ്പറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇടത് ഭാഗവും വലതു ഭാഗവും ഈക്വൽ ആയിരിക്കും. അതായത് ഇക്വാലിറ്റി എന്ന് പറയുന്ന അവിടുത്തെ തുല്യതാ ചിഹ്നം അവിടെ നിലനിൽക്കും. അതാണ് if the same quantity is added to both sides of the equation, the equation remains balanced. Balanced എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റവും വരില്ല. 2 ഭാഗവും അപ്പോഴും തുല്യമായി തന്നെ തുടരും. മനസ്സിലായോ? അഡീഷൻ പ്രോപ്പർട്ടി. ഞാനൊരു എക്സ് വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. കാരണം നമ്മളിപ്പോ എക്സ് വെച്ചിട്ടാണല്ലോ ഇനിയിപ്പോ എല്ലാം ചെയ്യാൻ പോണത്. കാരണം ഇത് എന്തിനാ നമ്മൾ പഠിക്കണം? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? എങ്ങനെയൊക്കെ ഈ ഇക്വേഷനെയൊക്കെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്, അല്ലെ? അപ്പോ എങ്ങനെയാണ് ആ സോൾവ് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത വേരിയബിളിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നതിൽ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അപ്പൊ നോക്കിയേ,
എക്സ് എന്ന് പറയുന്ന നമ്പർ മൂല്യം 2 ആണെങ്കിൽ, എക്സ് എന്ന് പറയുന്ന നമ്മുടെ വേരിയബിളിന്റെ മൂല്യം 2 ആണെങ്കിൽ, ഞാനിവിടെ എക്സിന്റെ കൂടെ ഒരു 3 എന്ന് പറയുന്ന നമ്പർ കൂട്ടിയാല് കിട്ടുന്ന വാല്യൂ ഇത് രണ്ടും തുല്യമായിരിക്കും. അപ്പൊ എക്സ് 2 ആണെങ്കിൽ, ഇഫ് എക്സ് ഈക്വൽസ് ടു 2, then എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് 5 തന്നെയാണ്. കാരണം ഞാൻ രണ്ട് ഭാഗത്ത് എത്ര നമ്പർ ആഡ് ചെയ്തത്? 3 തന്നെ ആഡ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? എക്സ് പ്ലസ് 3 എന്ന് വരും, ഇപ്പുറത്ത് 5 എന്ന് വന്നു. അപ്പൊ ഈ ഇക്വേഷൻ വാലിഡ് ആണെങ്കിൽ then ഇതും ഈക്വൽ ആണ്, അല്ലെങ്കിൽ വാലിഡ് ആണ്. ബിക്കോസ് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്? അഡീഷൻ പ്രോപ്പർട്ടി ഓഫ് ഇക്വാലിറ്റി ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വേഗം പറയണം കേട്ടോ. കാരണം നമുക്കിത് നിങ്ങൾക്ക് കുറെ പേരൊക്കെ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് മനസ്സിലാവാൻ. മനസ്സിലായില്ല എന്ന് പറയുന്ന പുതിയ ആൾക്കാരാണോ? മനസ്സിലാവാത്ത ആൾക്കാർ പുതിയതാണോ? എന്റെ മാത്സ് ക്ലാസ്സിൽ ആദ്യമായിട്ടിരിക്കുന്ന ആൾക്കാരാണോ? ഒന്ന് പറഞ്ഞ വേഗം. മനസ്സിലായില്ല എന്ന് പറയാം. എന്താണ് മനസ്സിലായില്ലാത്തത്? നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഇക്വേഷൻ, ഒരു സമവാക്യം രണ്ട് ഭാഗമുണ്ട്, ഇടത് ഭാഗമുണ്ട്. ആ സമവാക്യത്തിന്റെ ഇപ്പുറത്ത് ഈ സൈഡിൽ കിടക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഇടത് ഭാഗം എന്ന് പറയുന്നത്. ഇപ്പുറത്ത് കിടക്കുന്നതാണ് എന്ത്? വലത് ഭാഗം. ഇംഗ്ലീഷിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്നൊക്കെ പറയും അല്ലെ? ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇതും തുല്യമാണ്. എക്സും ഈ 2 എന്ന് പറയുന്നത് തുല്യമാണ്. എക്സിന്റെ മൂല്യമാണ്, വേരിയബിളിന്റെ മൂല്യമാണ് 2. അപ്പൊ ഞാൻ ഈ സൈഡിൽ ഒരു 3 എന്ന് പറയുന്ന നമ്പറും ഇപ്പുറത്തെ സൈഡിൽ സെയിം നമ്പറും ആഡ് ചെയ്യുകയാണെങ്കിലും സ്റ്റിൽ എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് 5നോട് തുല്യമായിരിക്കും. കാരണം ഈ ഇക്വാലിറ്റി സൈനിന് യാതൊരുവിധ കോട്ടവും തട്ടുന്നില്ല. എപ്പോ ഞാൻ ഇപ്പുറത്തും ഒരേ നമ്പറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ ഇപ്പൊ ഒരേ നമ്പറിന് പകരം എക്സ് ഈക്വൽസ് ടു 2 എന്നുള്ളതിൽ നിന്ന് ഞാൻ ഇപ്പുറത്ത് ഒരു 2 ആഡ് ചെയ്തു, ഇപ്പുറത്ത് ഞാനൊരു 2 ആഡ് ചെയ്തു, ഇപ്പുറത്ത് ഞാനൊരു 3 ആണ് ആഡ് ചെയ്തതെങ്കിൽ ഈ ഇക്വാലിറ്റി നിലനിൽക്കില്ല. സോറി, ഇപ്പുറത്ത് ഞാനൊരു 3 ആഡ് ചെയ്തിട്ട് 5 ആക്കിയാൽ ഈ ഇക്വാലിറ്റി നിലനിൽക്കില്ല. അതിന്റെ ആ ഒരു ബാലൻസ് പോയി. മനസ്സിലായി? അപ്പൊ എക്സ് പ്ലസ് 4 എന്ന് പറയുന്നത് 5നോട് ഈക്വൽ അല്ല. കാരണം എന്താ? നമ്മൾ രണ്ട് ഭാഗത്തും വ്യത്യസ്ത തരത്തിലുള്ള അക്കങ്ങൾ വെച്ചിട്ടാണ് ആഡ് ചെയ്തത് അല്ലെ, കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വേഷൻ സിമ്പൽ നിലനിൽക്കില്ല. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തുല്യമാകില്ല. മനസ്സിലായോ? തുല്യമാകണമെങ്കിൽ രണ്ട് ഭാഗത്തും ഒരേ നമ്പറുകൾ കൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഒരേ നമ്പറുകൾ കൊണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ സൈനും സെയിം ആയിരിക്കണം. ഇപ്പുറത്ത് +2ഉം അപ്പുറത്ത് -2ഉം വന്നാലും തെറ്റിപ്പോയി. അവിടെ എന്താണ്? ഇക്വാലിറ്റി നിലനിൽക്കില്ല. അപ്പൊ നിലനിൽക്കാത്ത സാഹചര്യങ്ങളിലാണ് നമ്മളിതാ 2 വര വരച്ചിട്ട് അതിനെ ഇങ്ങനെ ക്രോസ് ചെയ്യണ രീതിയിൽ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിന്റെ അർത്ഥം നോട്ട് ഈക്വൽ ടു എന്നാണ്, തുല്യമല്ല എന്നാണ് നമ്മൾ ഇതിന്റെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? മനസ്സിലായി, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വീണ്ടും നമുക്ക് നവോദയക്കാരെ കുറച്ച് പേരൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നവോദയയുടെ ക്ലാസ് അല്ല കേട്ടോ ഇത് നമ്മുടെ NMMSന്റെ ക്ലാസ് ആണ്. അപ്പോ എല്ലാവരും ക്ലാസ് മാറി വന്നിട്ടുണ്ടെങ്കിൽ ലീവ് ആയിക്കോളൂ. നവോദയക്ക് ഇന്ന് ക്ലാസ് വരുന്നില്ല. ഓക്കെ. ഇനി നോട്ട് ക്ലിയർ എന്ന് പറയുന്നവർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ മുന്നത്തെ ക്ലാസ് മിസ്സായത് കൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ അതും കൂടി ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കാണാനല്ല പറയുന്നത്, കണ്ടിട്ട് ഈ വീഡിയോ ഒന്നും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ബേസ് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കിയപ്പോ അഡീഷൻ പ്രോപ്പർട്ടി കഴിഞ്ഞു, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഇനി അടുത്തത് നോക്കൂ, സബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി. ഒന്നുമില്ല, ഇത് തന്നെ. ഒരു ഇക്വേഷന്, ഒരു സമവാക്യത്തിൽ ഇടതുഭാഗത്തും വലതുഭാഗത്തും കിടക്കുന്ന എന്താണോ ഉള്ളത്, ചിലപ്പോൾ അത് 2 നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ കുറെ എക്സും വൈയും ഒക്കെ ഉള്ള സാധനങ്ങളായിരിക്കാം. മൊത്തത്തിൽ നമ്മൾ അതിനൊരു ടേം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയും. നമ്പറുകളെയും മൊത്തത്തിൽ കാണിക്കുന്നതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കുറെ സാധനങ്ങൾ ഇടതുഭാഗത്ത് കിടക്കുന്നതും വലതുഭാഗത്ത് കിടക്കുന്നതും തുല്യമാണെങ്കിൽ again ഞാൻ ഒരു നമ്പർ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യാണ് രണ്ട് സൈഡിലെങ്കിലും.
കിട്ടുന്ന വാല്യൂവും തുല്യമായിരിക്കും. അത്രേ ഉള്ളൂ. എന്തായിരുന്നു? നോക്കൂ, ഇപ്പൊ ഞാൻ മുകളിലത്തെ ആഡ് ചെയ്യുന്നത് മാറ്റിയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നതാക്കി കാണിച്ചു തന്നാ നോക്കി നോക്കിയേ. അഗെയിൻ നമുക്കൊരു നമ്പർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്പർ ഒന്ന് തുടങ്ങാം, എന്നിട്ട് നമുക്ക് എക്സിലേക്ക് വരാം അല്ലേ. അപ്പൊ സബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? കുറയ്ക്കലിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ വരുന്നത്. എന്താണ് സബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി? ഇവിടെ നോക്കൂ, ഒരു നമ്പർ, അതായത് 5 ഈക്വൽ ടു 5 തന്നെയാണല്ലോ, അത് എല്ലാവർക്കും അറിയാം. 5 എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ അപ്പുറത്ത് ഇപ്പുറത്ത് എഴുതിയാൽ 5 തന്നെയാണ്. ഇതിന്റെ കൂടെ ഞാൻ 2 ആണ് കുറയ്ക്കാൻ പോകുന്നത്. രണ്ട് സൈഡിൽ നിന്നും ഞാൻ 2 കുറയ്ക്കാൻ പോവാ. 5 മൈനസ് 2 എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്ന് എഴുതിയാലും 3 തന്നെയല്ലേ. 3 ഈക്വൽസ് ടു 3. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ തന്നെ ഒരു എക്സിനെ വെച്ച് നോക്കി നോക്കിയേ. എക്സ് എന്ന് പറയുന്നത് 5 ആയിരുന്നുവെങ്കിൽ ഞാൻ രണ്ട് ഭാഗത്തും 2 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്തപ്പോ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ഇത് രണ്ടും എന്താണ്? ഒരേ ഇക്വേഷൻ തന്നെയാണ്. ഇത് രണ്ടും ഒരേ സാധനം തന്നെയാ. യാതൊരുവിധ മാറ്റവും ഇതിന് വരുന്നില്ല. മനസ്സിലായോ? ആ ഇക്വേഷൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതിന് യാതൊരുവിധ ചേഞ്ചും വരില്ല. എപ്പോ നമ്മള് കുറയ്ക്കുന്നത് ഒരേ നമ്പർ ആണെങ്കിൽ, സെയിം നമ്പർ ആണ് കുറയ്ക്കുന്നതെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് 3 മറ്റേ സൈഡിൽ നിന്ന് 5 കുറച്ചു കഴിഞ്ഞാൽ ആ സമവാക്യം അവിടെ നിലനിൽക്കില്ല. അത് മൊത്തം തെറ്റിപ്പോയി. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരു ഇക്വേഷനിൽ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു സൈഡിൽ നമ്മൾ എന്തെങ്കിലും നമ്പർ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ ആ നമ്പർ അപ്പുറത്തും കൂടെ ആഡ് ചെയ്യണം. നമുക്ക് ആ അപ്പുറത്ത് ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ലെങ്കിൽ പോലും അത് അപ്പൊ തന്നെ ആഡ് ചെയ്യണം. ആഡ് എന്തെങ്കിലും ഒരു കാര്യം വലത് ഭാഗത്ത് ചെയ്യുന്നുണ്ടോ, അതേ കാര്യം അപ്പൊ തന്നെ ഇടത് ഭാഗത്തും ചെയ്യണം. നിങ്ങൾ ഒരു ഇക്വേഷന്റെ ഒരു സൈഡിൽ മാത്രമാണ് എന്തെങ്കിലും ചെയ്യുന്നത് എങ്കിൽ ആ ഇക്വേഷൻ നിലനിൽക്കില്ല, ആ സമവാക്യം നിലനിൽക്കില്ല. എന്തൊരു കാര്യം തന്നെ ഇടത് ഭാഗത്ത് ചെയ്യുന്നത് അപ്പൊ തന്നെ വലത് ഭാഗത്തും ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പെട്ടെന്ന് പറഞ്ഞു പോവാല്ലേ. ഓക്കെ, അപ്പൊ നോക്കി നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? സെയിം സാധനം തന്നെയാണ്. ഒരു ഇക്വേഷന്റെ, ഒരു സമവാക്യത്തിന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഒരേ നമ്പർ കൊണ്ട് നമ്മൾ ഗുണിച്ചാലും ഉത്തരം മാറുന്നില്ല, അല്ലെങ്കിൽ ആ സമവാക്യത്തിന് യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. രണ്ടും തുല്യമായിരിക്കും. മനസ്സിലായോ? രണ്ടും തുല്യമായിരിക്കും. അപ്പൊ എങ്ങനെയാ തുല്യമായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുക. അഗെയിൻ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു നോക്കാം. നോക്കി നോക്കിയേ. നിങ്ങൾക്കപ്പൊ ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് കാണാത്തതുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് നോട്ട്സ് വരുന്നതാണ്. അപ്പൊ ഞാനിത് ചെയ്തപ്പോ പെട്ടെന്ന് വിട്ടുപോയോ, ഞാൻ ഈ സൈഡിൽ വരുന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് സംഭവിച്ചത്. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് നോട്ട്സ് വരുന്നതാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോ എന്തായിരുന്നു? എവിടെ? അപ്പൊ എന്തായിരുന്നു നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? നോക്കൂ, 2 ഈക്വൽസ് ടു 2 ആണ്. ഞാൻ ഈ രണ്ട് ഭാഗത്തും 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ എത്ര വന്നേ? 6 ഈക്വൽസ് ടു 6. വീണ്ടും കറക്റ്റ് അല്ലേ? അപ്പൊ ഈ 2 ഈക്വൽ ടു 2 എന്ന് പറയുന്നതും 6 ഈക്വൽ ടു 6 എന്ന് പറയുന്നതും ഒക്കെ ആ ഇക്വേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് എക്സ് വെച്ച് നോക്കി നോക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു എക്സ് ഉണ്ട് അല്ലേ, ഒരു എക്സ്. ആ എക്സിന്റെ കൂടെ ഞാൻ എക്സ് ഈക്വൽസ് ടു 2 ആണ്. എക്സ് എന്ന് പറയുന്നത് 2 ആണ് എക്സിന്റെ മൂല്യം. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ ഇപ്പുറത്തും ചെയ്യണം കേട്ടോ. ഒരു സൈഡിൽ മാത്രമായിട്ട് ചെയ്ത് നിർത്താൻ പാടില്ല. എന്തൊരു കാര്യം ഇപ്പുറത്ത് ചെയ്താലും ഉടനടി ഇപ്പുറത്തും കൂടെ ചെയ്യുക. ഇടതുഭാഗത്തും വലതുഭാഗത്തും ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് ഇടതുഭാഗം എന്ന് പറയുന്നത് അല്ലെ. എന്തിന്റെ ഇടതുഭാഗം? ഈക്വാലിറ്റിയുടെ ഇടതുഭാഗം, ഈക്വാലിറ്റിയുടെ വലതുഭാഗം. മനസ്സിലായല്ലോ? ഈ ഇടതുഭാഗത്ത് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി? എക്സ് ഇൻറ്റു 3 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഗുണിക്കണം 3. എങ്ങനെ എഴുതാ അതിനെ? ഒന്ന് വേഗം പറഞ്ഞെല്ലാവരും. നിങ്ങൾക്ക് അത് പറയാൻ അറിയോന്നൊന്ന് ഞാൻ നോക്കട്ടെ. എക്സ് പ്ലസ് 3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? കൂട്ടി യോജിപ്പിച്ചിട്ട് എഴുതാൻ. എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് എന്താണ്?
x into 3 എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക? അതൊന്ന് വേഗം പറഞ്ഞേ, ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് അറിയോന്ന്. വേഗം പറഞ്ഞ ഒന്ന്. x into 3 എന്നുള്ളതിന് ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് ഇതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ x plus 3 എന്ന് പറയുന്നതിന് എനിക്കത് കൂട്ടി യോജിപ്പിച്ചിട്ട് എഴുതാൻ പറ്റുമോ? x plus 3 എന്നുള്ളതിന്റെ പ്ലസ് മാറ്റിയിട്ട് അതിനെ രണ്ടിനും കൂടെ ഒരുമിച്ച് എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ x into 3 എന്നുള്ളതിന് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഏതിനെയാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് വേഗം പറഞ്ഞേ. വിഷ്ണു ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് x into അതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് സംശയമുണ്ട് എനിക്ക് തോന്നിയിരുന്നു. x into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3x ആണ്. പക്ഷെ x plus 3 എന്താണ്? x plus 3 അതായത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ 5 എന്ന് പറയുന്നത് നേരത്തെ ഞാൻ x plus 3 equal to 2 plus 3 equal to 5 എന്ന് പറഞ്ഞ ആ 5 ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പൊതുവേ ചോദിച്ചതാ. x plus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് x plus 3 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. രണ്ടിനെയും കൂടി ചേർത്തിട്ട് 3x എന്ന് എഴുതാൻ പറ്റില്ല. പക്ഷെ 3 into x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? 3x ആണ്. മനസ്സിലായല്ലോ? 3 into x എന്ന് പറഞ്ഞാൽ അത് 3x ആണ്. ഒരു ഒറ്റയ്ക്ക് നമുക്ക് അതിന് 3x എന്ന് എഴുതാം. അതിന്റെ അർത്ഥം 3 ഗുണിക്കണം x എന്നാണ്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചിഹ്നം തന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഒരു ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ചിഹ്നം തന്നിട്ടില്ല എങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാനായിട്ടാണെങ്കിൽ x plus 3 എന്നാണെങ്കിൽ x plus x-ഉം പ്ലസും 3യും ഒക്കെ അവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. അല്ലെങ്കിൽ ആ x ൽ നിന്ന് 3 ആണ് കുറയ്ക്കണമെങ്കിൽ x minus 3 എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ ഉണ്ടാവും. അതായത് ഈ പ്ലസ് അവിടെ ഉണ്ടാകും, മൈനസ് അവിടെ ഉണ്ടാകും. ഇനി ഹരിക്കാനാണെങ്കിലും കറക്റ്റ് ആയിട്ട് ആ ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ ബൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഈ ഒരു ഒറ്റ ചിഹ്നവും നിങ്ങൾ കാണില്ല. വെറുതെ ഇങ്ങനെ രണ്ട് നമ്പർ എഴുതിയൊക്കെ ഇവിടെ ഒരു ചിഹ്നം ഉണ്ടോ? 3x എന്ന് പറഞ്ഞ സാധനത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചിഹ്നം കാണുന്നുണ്ടോ ഡയറക്റ്റ് ആയിട്ട്? ഇല്ല. അവിടെ ഒരൊറ്റ ചിഹ്നവും ഇല്ല. ചിഹ്നം ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവിടെ ഗുണിക്കലാണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് അറിയായിരിക്കും. പക്ഷെ എന്നാലും ഞാനതൊന്ന് പറഞ്ഞതാണ്. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ. അപ്പൊ പൊതുവെ മൾട്ടിപ്ലിക്കേഷന് നമ്മൾ ചിഹ്നം കാണിക്കില്ല. യെസ്, സ്മൃതി പറഞ്ഞത് കറക്റ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നിടത്ത് ചിഹ്നം കാണിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പൊ നോക്കൂ, വെറുതെ a b plus c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇവിടെ പ്രത്യേകിച്ച് ചിഹ്നം നിങ്ങൾ കാണുന്നില്ലല്ലോ ഈ ബ്രാക്കറ്റിന്റെ പുറത്ത്. അതിന്റെ അർത്ഥം അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. a into b plus c എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിന് എപ്പോഴും നിങ്ങൾക്ക് ചിഹ്നം കാണണമെന്നില്ല. അപ്പൊ ചിഹ്നം ഒന്നിനും ഒരു ചിഹ്നവും ഇല്ലാണ്ടാണ് നിങ്ങളോട് ചോദ്യം ചോദിച്ചേക്കണെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ ചിഹ്നം അവർ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആയല്ലോ. നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? എക്സിന്റെ കൂടെ 3 എന്ന് പറയുന്ന ഒരു നമ്പർ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ x into 3 equals to 2 into 3 എന്ന് വരും. അതായത് 3x equals to 6 എന്ന് വരും. അത് തന്നെയാണ് എന്ത്? x equals to 2. കാരണം രണ്ട് ഭാഗത്തും ഒരേ നമ്പർ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ രണ്ടും തുല്യമായി തന്നെ നിലനിൽക്കും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എത്ര പ്രോപ്പർട്ടി പറഞ്ഞു? 3 പ്രോപ്പർട്ടി പഠിച്ചു. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അഗെയിൻ നാലാമത്തെ എന്താ? ഡിവിഷൻ, ഹരിക്കൽ. ഹരണത്തിലും നമ്മൾ രണ്ട് ഭാഗത്തും, രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഹരണത്തിൽ എന്ന് പറയുന്ന രണ്ട് ഭാഗം എവിടെയാ? എന്താണ് ഹരണത്തിലെ രണ്ട് ഭാഗം എന്ന് പറയുന്നത്? a equals to b. വീണ്ടും aയും bയും തുല്യമാണെങ്കിൽ വീണ്ടും ഞാൻ അതിലേക്ക് ഒരു പുതിയ നമ്പർ കൊണ്ട് എന്ത് ചെയ്യാണ്? ഹരിക്കുകയാണെങ്കിൽ നോക്കിയേ, 4 equal to 4. ഞാൻ അതിനെ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് രണ്ട് ഭാഗത്തും ഹരിക്കാൻ പോവാ. എത്ര ഉത്തരം കിട്ടിയത്? 2 equal to 2 അല്ലേ? അപ്പൊ സെയിം നമ്പർ കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ അതിവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരവും ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും. പക്ഷെ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം, സെയിം നമ്പർ ആകാം, പക്ഷേ നമ്മൾ ഹരിക്കുന്ന നമ്പർ ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പൊ അഡീഷനും സബ്സ്ട്രാക്ഷനും
മൾട്ടിപ്ലിക്കേഷനും അങ്ങനെ യാതൊരു തരത്തിലുള്ള എന്തില്ല, നിബന്ധനകളും ഇല്ല. 0 കൊണ്ട് വേണമെങ്കിൽ സീറോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 0 സബ്സ്ട്രാക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ രണ്ട് സൈഡിലും തുല്യമായി ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ഒരിക്കലും 0 ആകാൻ പാടില്ല. എന്തുകൊണ്ടാ അത് 0 ആകാൻ പാടില്ലാത്തത്? ഡിനോമിനേറ്ററിൽ നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കി എഴുതില്ലേ, ഇങ്ങനെ മുകളിലും താഴെ എഴുതുന്നതിനെയാണല്ലോ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ആ സംഭവത്തില് ഒരിക്കലും എന്ത് വരാൻ പാടില്ല? 0 താഴെ വരാൻ പാടില്ല. മനസ്സിലായോ? ഈ താഴെ മുകളിലുമായിട്ട് എഴുതുന്നതിനെ നമ്മൾ എന്താ പറയാ? അതിന്റെ മലയാളം ആർക്കെങ്കിലും അറിയോ? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്താണ്? ന്യൂമറേറ്ററുടെ ഡിനോമിനേറ്ററിന്റെ മലയാളം അംശവും ഛേദവും. അതെ, അംശവും ഛേദവും. അംശം എന്ന് പറയുന്നതാണ് ന്യൂമറേറ്റർ, ഛേദമാണ് ഡിനോമിനേറ്റർ അല്ലെ? ഛേദം ഒരിക്കലും 0 ആകാൻ പാടില്ല. വേറെ ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾ ഡിവൈഡ് ചെയ്തോ, പക്ഷെ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ എന്ന് പറയുന്നത് 0 ആകാൻ പാടില്ല. അപ്പൊ അവിടെ ഡിവിഷന് മാത്രം അങ്ങനെ ഒരു എക്സെപ്ഷനും കൂടി ഉണ്ട്. അംശവും ഛേദവുമാണ്. അംശം ന്യൂമറേറ്റർ, ഛേദം ഡിനോമിനേറ്റർ. അപ്പൊ നമ്മൾ നമ്മുടെ നമ്പറിനെ ഏതുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ 0 ആവാൻ പാടില്ല. 0 കൊണ്ട് നമ്മൾ ഒരു സാധനത്തിനെ ഹരിച്ചാൽ, അതായത് 0 ഛേദത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒരു ആക്ച്വൽ നമ്പർ അല്ല എന്നാണ്. ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ 0 വന്നാൽ അതൊരു ആക്ച്വൽ നമ്പർ അല്ല. അത് നമ്മൾ ഇൻഫിനിറ്റി ഒക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ആക്ച്വലി ഒരു നമ്പർ നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് അത് തുല്യമല്ല എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ 4 പ്രോപ്പർട്ടീസ് ആയല്ലേ? 4 പ്രോപ്പർട്ടീസും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ക്ലിയർ ആയെങ്കിൽ വേഗം ഒരു തംസും ഹാർട്ട്സ് ഒക്കെ ഇട്ടേ വേഗം എല്ലാവരും. നിങ്ങളൊന്ന് നോക്കിയതേ 64 പേരുണ്ട് ഇവിടെ. എന്നിട്ട് ലൈക്സ് എത്രയുണ്ട് നമ്മുടെ ലൈവിന്റെ? അപ്പൊ അത് പോരാ കേട്ടോ. അപ്പൊ നിങ്ങള് ഇവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് നമ്മുടെ ലൈവ് ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ പറയുന്നതൊക്കെ? നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ വേഗം ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത്. ഹാർട്ട്സ് എനിക്ക് റിയാക്ഷൻസ് അല്ല വേണ്ടത്, എനിക്ക് കമന്റ്സ് ആണ് വേണ്ടത്. റിയാക്ഷൻസ് പറയുമ്പോൾ നിങ്ങൾ ആരൊക്കെയാ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല. അത് തന്നെ. അപ്പൊ നവനിത ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഇത്രേ ക്ലിയർ ആയുള്ളൂ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കുറെ ഹാർട്ട്സും കുറെ തംസും ഒക്കെ വരണം. ജസ്റ്റ് ഒരു തംസ് ഒക്കെ ഇട്ടേക്കണമെങ്കിൽ ഓക്കെ എന്നേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ക്ലിയർ ആയെന്നാണോ? അപ്പൊ നിങ്ങളുടെ ഈ ചാറ്റ് കുറച്ചും കൂടി ഒന്ന് ഉപയോഗപ്പെടുത്തണം. കാരണം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുന്നത് ആകെ ചാറ്റിലൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നിങ്ങളെ ഞാൻ കാണുന്നില്ല, നിങ്ങൾ സംസാരിക്കുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം അടിപൊളിയായിട്ട് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ ഇടുന്ന ഹാർട്ട്സിൽ നിന്ന് എനിക്കിത് മനസ്സിലാക്കി അടിപൊളിയായിട്ട് ക്ലിയർ ആയി, അല്ലെങ്കിൽ അയ്യോ ഇത്രേ ആയുള്ളൂ അങ്ങനെ എനിക്ക് തോന്നും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കുറെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റിൽ എന്നാലും 64 പേരുടെ ഹാർട്ട്സ് ഒന്നും എനിക്ക് അവിടെ കാണുന്നില്ല. എന്തേ എല്ലാവരും ഫോൺ തുറന്നു വെച്ചിട്ട് വേറെ എവിടേക്കെങ്കിലും പോയേക്കാണോ? നോക്കിയേ ആകെ എത്ര പേര്? 1 2 3 4 5 6 7 8 9 10 11 12 13 കുറച്ച് പേര്, ഒരു 15 മാക്സിമം പോയി 20 അത്ര പേർക്കാ വന്നിട്ടുള്ളൂ. എക്സ്പ്ലെയിൻ ഡിവിഷൻ ചോദിക്കേണ്ട. ഡിവിഷനിൽ ഒന്നും ഇല്ല, നമ്മൾ ഒരു 2 നമ്പർ. അപ്പൊ നമുക്ക് ഡിവിഷന് നമുക്ക് എക്സ് വെച്ചിട്ട് നോക്കി നോക്കാം. 2 നമ്പർ എക്സും ഈക്വൽസ് ടു 4 എന്ന് പറയുന്ന 2 നമ്പർ. ഓക്കെ, ഇവിടെ നോക്കി എല്ലാവരും. എക്സ് എന്ന് പറയുന്നത് 4 ആണ്. എക്സിന്റെ മൂല്യം 4 ആണ്. ഇനി ഞാൻ എക്സിനെ ഒരു 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സെയിം അപ്പം തന്നെ അപ്പുറത്ത് 4നെയും 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര ഉത്തരം വരുന്നത്? എന്താ നമുക്ക് ഉത്തരം കിട്ടുക? എക്സ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽസ് ടു 2 എന്ന് ഉത്തരം കിട്ടും അല്ലേ? 4 ഡിവൈഡ് ബൈ 2 എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 2 ആണെന്ന് ഉത്തരം കിട്ടി. അത് ട്രൂ അല്ലേ? അപ്പൊ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 2 സൈഡിലും നമ്മൾ ഒരുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ സമവാക്യം നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്.
ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. കാരണം നമ്മൾ ഒരേ നമ്പർ കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആ രണ്ട് ഇക്വേഷനും യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. ഇത് രണ്ടും സെയിം ആണ്. പക്ഷേ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഈ ഛേദത്തിൽ വരുന്ന ഈ നമ്പർ എന്ന് പറയുന്നത് എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ആ ഒരു കണ്ടീഷൻ മാത്രമാണ് നമ്മൾ ഡിവിഷനിൽ വെക്കുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യാം, ക്വസ്റ്റ്യൻ ആണല്ലോ നമുക്ക് ചെയ്യേണ്ടത്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. നമുക്ക് ഇതെല്ലാം അതോടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നോക്കിയേ, അപ്പൊ ഇത്രയും 4 എണ്ണം അടിപൊളിയായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്തത് നമുക്ക് എന്താണ് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. കേട്ടിട്ടുണ്ടോ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആരെങ്കിലൊക്കെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തായിരുന്നു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി? അത് നമ്മൾ ഉപയോഗിക്കുന്നത് വലിയൊരു കുറെ നമ്പറും കുറെ ടേമുകളൊക്കെ ഉള്ള വലിയൊരു സാധനത്തിനെ ചെറുതാക്കി കൊണ്ടുവരാനായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളെ ഈ എക്സാമിനും അല്ലെങ്കിൽ നമുക്ക് വല്ല ബർത്ത്ഡേക്കൊക്കെ മിഠായി കൊണ്ട് കൊടുത്താൽ ടീച്ചർമാർ പറയാ എന്താ? അത് ക്ലാസ്സിൽ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കൂന്നല്ലേ പറയാ? എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ഇന്ന് പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിയുകയാണെങ്കിൽ അപ്പൊ തന്നെ ക്വസ്റ്റ്യൻസ് വരും. എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പ്രോബ്ലംസ് ആയിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ പ്രോബ്ലംസ് മാത്രം പഠിച്ചു പോയാല് നിങ്ങൾക്ക് പ്രോബ്ലംസ് അല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലെ? നിങ്ങൾ ആകെ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി മാത്രം പഠിച്ചു പോയി. ആ ഒരു രീതി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ അയ്യോ ഞങ്ങൾ ഈ രീതി പഠിച്ചിട്ടില്ല, അങ്ങനെയാവൂലേ? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളപ്പോ അതിന്റെ തിയറിയും കൂടി പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ക്ലിയർ ആയാൽ ഇതിൽ നിന്നൊരു തിയറി ക്വസ്റ്റ്യൻ വന്നാലും അല്ലെങ്കിൽ ഒരു മാത്സ് പ്രോബ്ലം ചെയ്യാൻ വന്നാലും നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അഡീഷൻ പ്രോപ്പർട്ടി എന്താണ്? അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നു, ഒരു നമ്പർ ആഡ് ചെയ്താൽ ഇത് ശരിയായിരിക്കും, അല്ലെങ്കിൽ ഒരു നമ്പർ ആഡ് ചെയ്താലും നമ്മുടെ സമവാക്യം തെറ്റിപ്പോകും എന്നൊക്കെ കുറച്ച് തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ശരിയാണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്താണ് അഡീഷൻ നിയമം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിൽ. അപ്പൊ എന്താണ് വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളോട് ക്ലാസ്സിൽ വന്നിട്ട് അത് ഒന്നും എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു വസ്തു എത്തണം അല്ലെ? ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഈ സ്വീറ്റ്സ് കിട്ടണം. അല്ലാതെ ഒരു സൈഡിലുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കണം. അത് തന്നെയാണ് നമ്മുടെ വിതരണം. ഇത് ടെസ്റ്റ് പേപ്പർ എന്താ എപ്പോഴും ചോദിക്കണേ? 2ാമത്തെ ക്ലാസ് ആയിട്ടുള്ളൂ മാത്സ്. ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടാട്ടോ, ആരും പേടിക്കണ്ട, ടെസ്റ്റ് പേപ്പർ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് 2ാമത്തെ ക്ലാസ് ആയിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി ഒക്കെ പഠിച്ചിട്ട് വേണ്ട നമുക്ക് ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടാൻ. അപ്പൊ എന്താണ്, അവിടെ എല്ലാവർക്കും ഒരുപോലെ എത്തണം അല്ലെ? വിതരണം ചെയ്തിട്ട് എത്തണം. അപ്പൊ എല്ലാവർക്കും എത്തുക, അല്ലാതെ ഒരാൾക്ക് മാത്രം കിട്ടാണ്ടിരിക്കാൻ കഴിഞ്ഞാല് അതെന്താവില്ല? ഡിസ്ട്രിബ്യൂഷൻ ആവില്ല. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാർക്ക് മാത്രം മിഠായി കൊടുത്താൽ അത് തുല്യമായ വിതരണം ആവുമോ? ഇല്ല. കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം. വിതരണം ചെയ്യുന്നതിന്റെ ഒരു നിയമമാണ് അവസാനം പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ്. എന്താണ്? നമുക്ക് വലിയ വലിയ എക്സ്പ്രഷൻസ് ഒക്കെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഈ സിമ്പിൾ ഇക്വേഷൻസിൽ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എനിക്ക് ആ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം എഴുതാനായിട്ട് അവിടെ അത്ര സ്ഥലം പോരാ, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് എടുത്തത് കേട്ടോ. ആരും പേടിക്കേണ്ട, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമത്തിനെ പറ്റി തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കിയൊക്കെ എന്തായിരുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം എന്ന് പറയുന്നത്? അതിന്റെ ഒരു ജനറൽ ഫോം ഉണ്ട്. എന്താണ് അതിന്റെ ജനറൽ ഫോം? ഒന്ന് നോക്കൂ. A into B plus C. A into B plus C. അത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനിലുമാണ് കൂടുതലായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കൂ, ഞാൻ A B C എന്നൊക്കെ പറയുന്നത് ജനറൽ ഫോം ആണ് കേട്ടോ. എയും ബിയും സിയും ഏത് നമ്പർ വേണമെങ്കിലും ആകാം. A പുറത്തിട്ടിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ B plus C. ഇതാണ് നമ്മുടെ ഫോം. ഇതാണ് നമ്മുടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വന്നേക്കണത്. ഇതിന് നമുക്ക്
സിംപ്ലിഫൈ ചെയ്യണം. നോക്കിയേ ഇവിടെ a ഇൻറ്റു എ ബി പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് അതിന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല. ഈ ഉള്ളിൽ കിടക്കുന്ന നമ്പറുകൾ എക്സും ബിയും സിയും ജസ്റ്റ് നമ്പർ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് പുറത്ത് കിടക്കുന്ന എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെ എന്തുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ എക്സും വൈയും ഒക്കെയാണ് ഇതിനുള്ളിൽ വന്നേക്കണമെങ്കിൽ അയ്യോ പ്രശ്നമായി. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമ്മൾ ഇതിനെ തുല്യമായി വിതരണം ചെയ്യുക? ഇതിന്റെ അർത്ഥം ഈ പുറത്ത് കിടക്കുന്ന എ എന്ന് പറയുന്നത് ബി ഉള്ളിലുള്ള ബിക്കും സിക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. ഒരാൾക്ക് മാത്രം ഈ നമുക്ക് എനെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ഈ എ എന്ന് പറയുന്നത് ഈ ബിക്കും ഈ സിക്കും തുല്യമായി നമ്മൾ കൊടുക്കണം, തുല്യമായി വിതരണം ചെയ്യണം. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം. അപ്പൊ ഇതിന് ഞാൻ എങ്ങനെ എഴുതുകയാണെങ്കിൽ എയും ബിയും അല്ലെ, ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷന്റെ ചിഹ്നം ഒന്നും കാണുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെ എഴുതി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഇൻറ്റു ബി പ്ലസ് സി എന്നാണ്. എ ഇൻറ്റു ബി പ്ലസ് സി, അതായത് എ ഗുണിക്കണം ബി പ്ലസ് സി. അപ്പൊ ഞാൻ ഇതിനെ ആദ്യം ബിക്ക് കൊടുത്തു, എനെ ബിക്ക് കൊടുത്തു. അപ്പൊ എന്തായി? എ ഗുണിക്കണം ബി എന്നായി. പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ ആരാ കിടക്കണേ? പ്ലസ് ആണ് അല്ലെ കിടക്കണേ. ഈ രണ്ട് നമ്പർ നമ്മൾ ആഡ് അല്ലേ ചെയ്യണേ? പ്ലസ് ആണ് കിടക്കുന്നത്. ആ പ്ലസ് അവിടെ കൊണ്ടിട്ടു. ഇനി ഞാൻ ഈ എനെ സിക്ക് കൊടുക്കുക, തുല്യമായി കൊടുക്കണല്ലോ. അപ്പൊ എനെ സിക്കും കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം. പുറത്ത് കിടക്കുന്ന ആളിനെ തുല്യമായി ഉള്ളിലുള്ള ആ നമ്പേഴ്സിന് വിതരണം ചെയ്ത് കൊടുക്കുക. അതന്നെ, സെപ്പറേറ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യുക, വിതരണം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം. ഓക്കെ, ഇതിന് ഉള്ളിൽ സബ്സ്ട്രാക്ഷൻ ആണെങ്കിലോ സെയിം തന്നെയാണ് ചെയ്യുന്നത്. നോക്കിയേ, എ ഇൻറ്റു ബി മൈനസ് സി ആയിരുന്നു എങ്കിൽ ഇതേപോലെ തന്നെ എനെ ബിക്കും എനെ സിക്കും തുല്യമായി വിതരണം ചെയ്ത് കൊടുക്കുക. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട്. എന്ത്? എ ഇൻറ്റു ബി ഇതിന്റെ ഇടയിൽ ഇടേണ്ട ചിഹ്നം മൈനസ് ആണ്. കുറയ്ക്കണം എ ഇൻറ്റു സി. മനസ്സിലായോ? എ ഇൻറ്റു ബി കുറയ്ക്കണം എ ഇൻറ്റു സി. ഇവിടെ ബിക്കും സിക്കും ഇടയിൽ പ്ലസ് ആയതുകൊണ്ട് നമ്മുടെ വലുതാക്കി നീട്ടി വലിച്ചെഴുതിയപ്പോൾ അതിന്റെ ഇടയിലും പ്ലസ് വന്നു. ഇവിടെ ബിക്കും സിക്കും ഇടയിൽ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും നെഗറ്റീവ് വന്നു. മനസ്സിലായോ? അതാണ് നമ്മുടെ വിതരണം ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന നിയമം. അപ്പൊ നമുക്ക് ആദ്യം ഒരു നമ്പർ വെച്ചിട്ട് നോക്കാം. ഒരു ജസ്റ്റ് നമ്പേഴ്സ് മാത്രം വെച്ചിട്ട് എങ്ങനെയായിരിക്കും വിതരണം ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എക്സ് വെച്ചിട്ട് നോക്കാം. നമ്മുടെ എക്സ് ഇല്ലാണ്ട് നമുക്കൊരു പരിപാടി ഇല്ല സിമ്പിൾ ഇക്വേഷൻസിൽ. അപ്പൊ നോക്കിയേ, വെറുതെ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കൂ, 2 പുറത്ത് കിടക്കുന്നുണ്ട്. 2 ഇവിടെ പുറത്ത് കിടക്കുന്ന നമ്പർ ആണ്. 3 + 4 ഉള്ളിൽ കിടക്കുന്ന നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ജസ്റ്റ് 3ഉം 4ഉം കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? 2ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അത് രണ്ട് രീതിയിൽ ചെയ്തിട്ട് ഉത്തരം ഒന്ന് തന്നെയാണോ കിട്ടുക നോക്കാം. ആദ്യം ഞാൻ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം അപ്ലൈ ചെയ്യാൻ പോവാ. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം അപ്ലൈ ചെയ്യുക? ഈ 2നെ 3ഉമായിട്ടും ഗുണിക്കണം, ഈ 2നെ 4ഉമായിട്ടും ഗുണിക്കണം. തുല്യമായി 3നും കൊടുക്കണം 4നും കൊടുക്കണം. അപ്പൊ എങ്ങനെയാ വരിക? 2 ഗുണിക്കണം 3. പിന്നെ ഏത് ചിഹ്നം അതിന്റെ ഇടയിൽ ഇട്ട് കൊടുക്കേണ്ടത്? ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഏത് ചിഹ്നം ഇട്ട് കൊടുക്കണം? ഇവിടെയുള്ളത് പ്ലസ്. 2 ഗുണം 4 എത്ര ഉത്തരം? 2 ഗുണം 3 എന്ന് പറഞ്ഞാല് 6. 2 ഗുണം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 8. അപ്പൊ ഇത്ര ഉത്തരം കിട്ടിയത് നമുക്ക് 8ഉം 6ഉം 14 അല്ലേ? ഇതാണ് നമുക്ക് ഉത്തരം കിട്ടിയത്. ഇനി ഇതേ രീതി തന്നെ നമുക്ക് ആദ്യം ഈ 3നെയും 4നെയും കൂടി ആദ്യം ആഡ് ചെയ്തൂടെ? രണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലേ? ചെയ്ത് നോക്കിയിട്ട് ശരിയാണോ ഉത്തരം നോക്കി ഒന്ന് നിങ്ങള്. 3 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 2 ഗുണിക്കണം 7 എന്നല്ലേ? 2 ഗുണിക്കണം 7 എത്ര ഉത്തരം? 14 തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം ഉപയോഗിച്ചാലും അതേ സെയിം ഉത്തരല്ലേ കിട്ടുന്നത്? ആഹാ, മനസ്സിലായോ? 2 ഗുണിക്കണം അതെ തന്നെ. എല്ലാവരും കറക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നുണ്ട്. രണ്ട് രീതി ചെയ്തപ്പോഴും ഒരേ ഉത്തരല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ അതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമത്തിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 2നും 3നും ഒക്കെ പകരം ആ ഉള്ളിൽ കിടക്കുന്ന ആൾ എന്തായിരുന്നുവെങ്കിൽ ഒരു എക്സ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്.
ഈ എക്സ് ഒക്കെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ഈ സാധനം കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ വേരിയബിൾസിനെയാണല്ലോ ഇനി പഠിക്കാൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ വേരിയബിൾസ് ഉള്ളിൽ വന്നാലാണ് നമുക്ക് ഈ സംഭവം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് കൂടുതലും. അപ്പൊ നമുക്ക് വേരിയബിൾ വന്നു എന്ന് വിചാരിക്കും. ഞാൻ എന്താ ഒരു വേരിയബിൾ ഒക്കെ ആയിട്ട് എഴുതാൻ പോവാണ്. 2 പുറത്ത് കിടക്കുന്ന നമ്പർ. 2 പുറത്ത് കിടക്കുന്ന നമ്മുടെ നമ്പർ. ആ 2 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ ഞാൻ എന്താണ് ആഡ് ചെയ്യുന്നത്? ഉള്ളിൽ കിടക്കുന്നത് x+2 ആണ് അല്ലേ? x+2 ആണ്. അയ്യോ, x+2 നമുക്ക് എങ്ങനെയാ എഴുതാൻ പറ്റുക? x+2 തന്നെ എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എക്സിന്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് അതിനെ 3x എന്നൊന്നും എഴുതാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അപ്പൊ ആകെ x+2 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ കിടക്കണേ. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം ഉപയോഗിക്കാതെ നമുക്കിത് മുന്നോട്ട് പോകില്ല. ഈ സാധനം മുന്നോട്ട് പോകുകയേ ഇല്ല. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ആൻസർ ഇട്ടേ. വേഗം ഒന്ന് ഇട്ടേ. 2 പുറത്തുണ്ട്, x+2 ഉള്ളിലുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ വിവരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വേഗം. അതെ, വേരിയബിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. ഞാൻ എന്തിനാ നമ്പേഴ്സ് വെച്ച് കാണിച്ചത്? 2 രീതിയിൽ ചെയ്താലും കിട്ടുന്ന ഉത്തരം സെയിം ആണ് എന്ന് കാണിക്കാനാണ് ഞാൻ നമ്പേഴ്സ് വെച്ച് കാണിച്ചത്. വേരിയബിൾസ് ഉള്ളപ്പോഴാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടി വരിക. കാരണം വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയില്ല നമുക്ക്. എങ്ങനെയാ വരിക? ഈ 2 പുറത്തുണ്ട്, x+2 ഉള്ളിലുണ്ട്. ഇതിന് ഞാൻ ഈ 2നെ കറക്റ്റ് x+2ന് 2 നമ്പറിനും തുല്യമായി കൊടുക്കണമാ. കറക്റ്റ് ആണല്ലേ? അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്താ വരുന്നത്? എങ്ങനെയാ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നത്? അപ്പോഴും 1, 2, 3, 4, 5 പേരോ 4 പേരാണ് ഇതിന്റെ ആൻസർ വരണുള്ളൂ. 74 പേരുള്ള ക്ലാസ്സിൽ 4 പേർക്കാണോ ഇത് മനസ്സിലായുള്ളൂ? എനിക്ക് എല്ലാവരുടെ അടുത്തുനിന്നും ആൻസർ കിട്ടണം. എല്ലാവരുടെ അടുത്തുനിന്നും ആൻസർ കിട്ടണം. കാരണം ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഈ നിയമം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വിതരണം ചെയ്യുന്ന ഈ നിയമം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് ആൻസർ കിട്ടണം. എങ്ങനെയാണത് 6x ആയത്? എങ്ങനെയാണ് നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഒരു നമ്പറും ഒരു എക്സ് ഉള്ള നമ്പറും എക്സ് ഒന്നും ഇല്ലാത്ത വേറൊരു നമ്പറും തമ്മിൽ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. 6x അല്ല ഉത്തരം. എങ്ങനെയാണ് അത് 6x ആകുന്നത്? നിങ്ങൾക്ക് 6x അല്ലാട്ടോ ഉത്തരം. അപ്പൊ നിങ്ങൾക്കപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറെ പേര് 6x എന്ന് ആൻസർ ഇടുന്നുണ്ട്. 6x അല്ല ഉത്തരം. കുറെ പേരിടുന്ന ആൻസർ കറക്റ്റും ആണ്. അപ്പൊ ഒരുപാട് പേര് കറക്റ്റ് ആൻസർ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഒരുപാട് പേര് അതിന് റോങ് ആൻസറും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനതൊന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ക്ലിയർ ആവാത്തവരുണ്ടോ? ഒന്ന് വേഗം പറയണം കേട്ടോ. കാരണം എനിക്ക് നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോ ഇത്ര പേർക്ക് മനസ്സിലായുള്ളോ എന്ന് തോന്നുന്നുണ്ട്. അത്ര പേർക്ക് മനസ്സിലായുള്ളോ? ഇനി ഇത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേന്ന്. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ. അപ്പൊ എങ്ങനെയാണെന്ന് അത് നിങ്ങൾക്ക് ഒറ്റ ഒരു 4x എന്നുള്ള നമ്പർ കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. 4x അല്ല ഉത്തരം. നോക്കൂ, ഞാൻ തുല്യമായി കൊടുക്കട്ടെ. 2ന് കൊടുക്കാൻ പോവാണ് എക്സും, ഈ 2ന് ഞാൻ എക്സിന് കൊടുക്കാൻ പോവാണ് ആദ്യം. അപ്പൊ എന്ത് വരും? 2 ഗുണിക്കണം എക്സ്. പിന്നെ ഏതാ ചിഹ്നം? പ്ലസ് ആണ് അല്ലെ? പ്ലസ് ഇട്ടു. ഇനി എന്ത് ചെയ്യണം? ഈ 2ന് ഈ 2നും കൂടി കൊടുക്കണം. അപ്പൊ ഈ 2 ഗുണിക്കണം 2. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? നമുക്ക് ഇതിനെ എങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? 2 ഗുണിക്കണം എക്സ് എത്രയാണ്? 2x. 2 ഗുണിക്കണം 2 എത്രയാണ്? 2x + 4. ഇത്രയേ ഉള്ളൂ ആൻസർ. അല്ലാതെ 2x + 4 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉത്തരം 6x അല്ല, 9 അല്ല. മനസ്സിലായോ? ഇതൊന്നും അല്ല അതിന്റെ ഉത്തരം. 2x + 4 എന്ന് പറഞ്ഞാൽ അതിനെ അവിടെ വെച്ച് നിർത്താനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് 2x പിന്നെ 4 കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു നമ്പറിനെ ആഡ് ചെയ്യണമെങ്കിൽ അത് എല്ലാ രീതിയിലും ഒരുപോലെ ആയിരിക്കണം. എക്സ് ഉള്ള നമ്പറിനെ എക്സ് ഉള്ള മറ്റൊരു നമ്പറുമായിട്ട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് ഉള്ള ഒരു നമ്പറും എക്സ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു നമ്പറും തമ്മിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് 6x എന്ന് ഉത്തരം എഴുതാൻ പറ്റില്ല. പക്ഷെ ഇതൊന്ന് നോക്കി നോക്കി നിങ്ങൾ. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ നിങ്ങള് 3x +
2x. ഇതിന്റെ ഉത്തരം എന്താ? 3x plus 2x. ഉത്തരം എന്താ വരുന്നത്? 3x plus 2x. എന്താ ഉത്തരം വരുന്നത്? അപ്പൊ നിങ്ങൾക്ക് 2x plus 4 എന്ന് പറയുമ്പോ 2ഉം 4ഉം കൂടി കൂട്ടിയാൽ 6 ആണല്ലോ. പിന്നെ ഒരു x അവിടെ കിടക്കുന്നുണ്ട്. ആ x അവിടെ ഇടാം എന്ന് പറയാൻ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. അത് തെറ്റുത്തരാണ്. കാരണം എന്താ? x ഉള്ള ഒരു നമ്പറിനെ 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു x ഉണ്ട് അല്ലേ? x ഉള്ള ഒരു നമ്പറിനെ x ഉള്ള മറ്റൊരു നമ്പറുമായിട്ട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കറക്റ്റ് ആണ്. എന്താണ്? 3x ഉം 2x ഉം നമുക്ക് ആഡ് ചെയ്യാം, ഒരുമിച്ച് ആഡ് ചെയ്യാം. കാരണം എന്താ? അതിന് x ഉണ്ട്. x ഉള്ള നമ്പേഴ്സിനെ മാത്രമേ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 3ഉം 2ഉം 5 ആണ്. എന്നിട്ട് x ഇട്ട് കൊടുക്കുക. പക്ഷേ 3x plus 2 എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും 5x അല്ല. കാരണം എന്താ? ഇത് വെറും ഒരു 2ആ. ഇവിടെ വെറും 3 അല്ല, ഇത് 3x ആണ്. അപ്പൊ ഇത് ഒരിക്കലും ഈ 3ഉം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് 5x എന്ന് എഴുതാൻ പറ്റില്ല. ദാറ്റ് ഈസ് റോങ്. തെറ്റുത്തരമാണത് കേട്ടോ. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആഡ് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? x ഉള്ള നമ്പേഴ്സിനെ തമ്മിലാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. x ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന നമ്പേഴ്സുകൾ തമ്മിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? 3x plus 2x ആണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് അതിനെ കൂട്ടിച്ചേർത്ത് 5x എന്ന് എഴുതാം. യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷേ 3x plus 2 ഉള്ളൂ എങ്കിൽ ഒരു കാരണവശാലും അതിനെ നമ്മൾ ആഡ് ചെയ്യരുത്. അങ്ങനെ 3x plus 2 എന്ന് എഴുതി അവിടെ നിർത്തണം. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് 4 നിയമങ്ങൾ പഠിച്ചു. 5 നിയമം പഠിച്ചു. സോ അഡീഷൻ പ്രോപ്പർട്ടി, സബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി, ഡിവിഷൻ പ്രോപ്പർട്ടി, then comes distributive property. അങ്ങനെ 5 നിയമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ? അപ്പൊ ദാ ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. 3 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പൊ ഇന്ന് ഇപ്പൊ എന്തായാലും പ്രോബ്ലം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല. അപ്പൊ അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ പ്രോബ്ലംസ് ആണ്. ഞാനിങ്ങനെ പ്രോബ്ലംസ് തരും, നിങ്ങൾ അത് ചെയ്തിട്ട് ആൻസർ പറയും അല്ലേ? അതാണ് നമ്മുടെ അടുത്ത ക്ലാസ് തൊട്ടുള്ള നമ്മുടെ ഈ സിമ്പിൾ ഇക്വേഷൻസിന്റെ കാര്യങ്ങൾ. അപ്പൊ സിമ്പിൾ ഇക്വേഷൻസിൽ കൂടുതലായിട്ട് നമ്മൾ പഠിച്ച എല്ലാ പ്രോപ്പർട്ടിയും എല്ലാ തിയറീസും കഴിഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി എപ്പോഴും 1 ആണ്. ലീനിയർ ഇക്വേഷന് ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ആരും പേടിക്കണ്ട. നമുക്ക് പ്രോബ്ലംസ് എനിക്കിപ്പോ ഹോംവർക്ക് ആയിട്ട് തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ നോക്കി ആൻസർ ചെയ്ത് കണ്ടുപിടിച്ച് വന്നാലോ നിങ്ങളിത് ക്ലാസ്സിൽ ഇരുന്ന് ചെയ്തതിന് ശേഷം ഞാൻ അഡീഷണൽ വർക്ക് ഷീറ്റ് ആഡ് ചെയ്തിട്ട് തരും. ഇന്നിപ്പോ നമ്മൾ ഇത്രയും പഠിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. ഒരു എത്ര പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നത് അത്രയും പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. എന്നിട്ട് കുറച്ചും കൂടി പ്രോബ്ലംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാനൊരു വർക്ക് ഷീറ്റും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് തരും? നമ്മുടെ ഈ നോട്ട്സ് അയച്ചു തരും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് എന്നാന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ട്. അത് ഫിസിക്സ് ആയിരിക്കോ മാത്സ് ആയിരിക്കോ എന്നുള്ളത് മാത്രമായിരിക്കും സംശയം. അപ്പൊ ഇന്നത്തെ എടുത്ത കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ക്ലിയർ ആയെങ്കിൽ വേഗം വരട്ടെ, ഹാർട്സ് വരട്ടെ. നെക്സ്റ്റ് ക്ലാസ് എന്നാന്ന് നിങ്ങൾക്ക് അറിയിക്കും കേട്ടോ. ആരും അത് അരച്ചു പേടിക്കണ്ട, അതൊക്കെ അറിയിക്കും. അപ്പൊ ഹാർട്സ് വരട്ടെ. ഹാർട്സ് ഒന്നും കാണാനില്ലല്ലോ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെങ്കിൽ എനിക്ക് ഹാർട്സ് കാണണ്ടേ? അപ്പൊ അതിനി പറയാതെ തന്നെ അങ്ങോട്ട് ഇട്ടോളൂ. അങ്ങനെയാണ് നമ്മുടെ റുട്ടീൻ. നിങ്ങൾക്ക് ഒരു കാര്യം ടോപ്പിക് ക്ലിയർ ആയെങ്കിൽ ഹാർട്സ് ഇടുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ നല്ല മക്കളായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു, അതുകൊണ്ട് അവർക്ക് ക്ലിയർ ആയി അല്ലേ? പോരാട്ടോ, 1, 2, 3 പേർക്കാണോ ക്ലിയർ ആയത്? എനിക്ക് 74 പേരുടെ ഹാർട്സ് കിട്ടണം. അപ്പൊ ദാ പക്ക ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാര്. ജുമാനയാണോ? അത് ജുമാനയാണെന്ന് തോന്നുന്നു. ദെൻ കുറെ പേര് ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വന്ന ഒരു 5 മിനിറ്റിൽ വന്ന ആൾക്കാരുടെ ഒക്കെ പേര് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കപ്പോ അവരെയൊക്കെ പരിചയപ്പെടാൻ നേരുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. കുറേശ്ശെ പേര് അപ്പൊ പേരൊക്കെ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പേര് നിങ്ങൾ പറയൂ, എന്നാ ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് 5 മിനിറ്റിൽ വന്ന ആൾക്കാരുടെ ഒക്കെ പേര് ഞാൻ വിളിച്ച് പരിചയപ്പെട്ടിട്ടാണ് നമ്മൾ തുടങ്ങിയത്. സിയ, യെസ്. ജസ്ന, ഓക്കെ ജസ്നയാണല്ലേ, സോറി ജസ്ന. ദെൻ ബാക്കി എല്ലാവരും ഞാൻ പേരൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹാർട്സ് ഒക്കെ വരുന്നുണ്ട്, ക്ലിയർ ആയി. ഇനി പേര് വിളിക്കാൻ പറഞ്ഞു. റീന ബിൻസൻ എന്ന് പറയുന്ന ആള്. എനിക്ക് പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. പേരും കൂടി ഇടുകയാണെങ്കിൽ ഞാൻ പേര് വിളിക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. യെസ്, അങ്കിതിനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ക്ലിയർ ആയ ആൾക്കാർക്ക് എല്ലാവരും ഹാർട്സ് ഒക്കെ ഇടുന്നുണ്ട്. ഇനി കുറച്ച് പേരൊക്കെ പേര് ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്കറിയാം, ഞാൻ തുടങ്ങുമ്പോഴേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പൊ ദാ എല്ലാവരും ഹാർട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അനന്യ ഓക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 അനന്യമാരുണ്ട് ഇവിടെ. അഫ്യ എന്നാണോ അഫ്ലു പേര് വരുന്നത്. പിന്നെ മിൻഹ, ദെൻ ഭാഗ്യലക്ഷ്മി, അനന്യ, കുറെ പേരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. യെസ്, പേര് പറയൂ. റീന ബിൻസൺ എന്ന് പറയുന്ന ആള് പേര് പറയാതെ ഞാൻ എങ്ങനെയാ പ്ലീസ് സേ മൈ നെയിം എന്ന് പറഞ്ഞാല് ശരിയാവുക? അപ്പൊ നമ്മുടെ ക്ലാസ് കഴിയേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ് തൊട്ട് ഇനി പ്രോബ്ലംസിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഓക്കെ. സോ സ്മൃതി, താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് അറിയുന്ന പേര് ഞാൻ വിളിക്കുന്നത്. എനിക്ക് അവിടെ അവരുടെ പേര് ഓൾറെഡി നേരത്തെ അവർ വന്നപ്പോൾ എഴുതി വെച്ചത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഇടയിൽ ചിലപ്പോൾ പേര് ഇട്ടിട്ടുണ്ടാകും, പക്ഷെ എനിക്ക് ആ പേരൊന്നും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് മിസ് ആയിട്ടുണ്ട്. സോ സോറി. ഞാൻ ആരെങ്കിലും പേരൊക്കെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൊക്കെ വന്നിട്ട് പരിചയപ്പെടാം. അപ്പൊ അതാ ഇന്ന് ഇത്രയേ ഉള്ളൂ. സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കമന്റ്സ് ഒക്കെ ഇട്ടു. താങ്ക് യു. സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.